ആശുപത്രി ലൈഫൊക്കെ മടുക്ക് മാത്രമല്ല വെറുക്കുക കൂടെ ചെയ്തൊരു അവസ്ഥയിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി കണ്ണന് എന്തെങ്കിലുമൊക്കെ വയ്യായ്കൾ ചെറുതായിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പം ഞാൻ എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളൊക്കെ വെച്ചിട്ട് നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആശുപത്രിയിലേക്ക് എത്താതെ അത് മാറുകയാണെങ്കിൽ അതല്ല ഏറ്റവും ബെറ്റർ. അപ്പം ഞാൻ ഇങ്ങനെ ആവി പിടിപ്പിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ കണ്ണനും കല്ലൂനും. പക്ഷേ കല്ലൂന് നെബുലൈസർ വെച്ചിട്ട് നമ്മൾ ആവി പിടിപ്പിക്കുമ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ചൂടുവെള്ളമൊക്കെ ആവി പിടിപ്പിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ കണ്ണനാണെങ്കിൽ കണ്ണൻ ഇതിങ്ങനെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആവി ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുമ്പോൾ അവന് ഇഷ്ടം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചൂടുവെള്ളമാണ്, തിളച്ചിരിക്കുന്ന വെള്ളമാണ്, എല്ലാവിടെയും ലോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം. ഇപ്പം ഞാൻ കൈ പോലും പുറകിലേക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് അവൻ ആവി പിടിപ്പിക്കാനൊക്കെ ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൻകുട്ടിനെയൊക്കെ സംബന്ധിച്ചിട്ടേ കഫമൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇളകി പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. നോർമൽ കുഞ്ഞുങ്ങളുടെ പോലെ ഓടിക്കളിക്കുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഫം വന്നാൽ പോലും അത് ഇളകി പോകാനൊക്കെയുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അങ്ങനെ ഇളകി പോകാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെസ്റ്റ് ഫിസിയും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതും അതുപോലെ തന്നെ ആവി പിടിക്കുന്നതും. അപ്പോൾ ആവി പിടിക്കാനായിട്ട് ഇപ്പോൾ വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും 2 തുളസിയുടെ ഇലയാണെങ്കിലും ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആവി അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നല്ലതാണ്. പിന്നെ ഞാൻ ചൂടുവെള്ളത്തിലേക്ക് തുണി മുക്കിയിട്ട് അങ്ങനെയും ചെസ്റ്റിൽ ആവി പിടിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ കല്യാണിക്കുട്ടി ഇല്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ ഇത്. ഈ വീഡിയോ ആ ഒരു സമയത്തെയാണ്. ആ സമയത്ത് ആൾ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ആ സമയത്തല്ല, കുറച്ച് നാളുകളായിട്ട് ആൾക്ക് മൊത്തത്തിലൊരു ദേഷ്യം വാശിയൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ ഒരു സാമീപ്യം എപ്പോഴും അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ആ ഒരു ദിവസങ്ങളിലൊക്കെ. എപ്പോഴും അവൻ്റെ കൂടെ ഇരിക്കുക, അവൻ്റെ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതിപ്പോൾ നമ്മളങ്ങനെ കൊടുത്തില്ലെങ്കിൽ പോലും നമ്മളുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്കൊക്കെ നീങ്ങിയാൽ തന്നെ ഭയങ്കര വാശിയും ദേഷ്യവും അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ണൻകുട്ടിക്കുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ബർത്ത്ഡേയുടെ ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനും വിഷുവിന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ണൻകുട്ടിക്ക്. അപ്പോൾ നമ്മുടെ ബിൻചേട്ടൻ അയച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ട്രൗസറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ക്രൈന്നായത് കാരണം പല പല പ്രാവശ്യങ്ങളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ട്രൗസറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ക്രൈന്ന്. അപ്പോൾ ആദ്യമൊന്നും കണ്ണൻ അങ്ങനെ ഗിഫ്റ്റൊക്കെ വരാമെന്ന് പറഞ്ഞ ആൾക്ക് അങ്ങനെ വലിയൊരു മൈൻഡ് ആക്കലൊന്നുമില്ല. ആളങ്ങനെ ശ്രദ്ധിക്കില്ല ഗിഫ്റ്റൊക്കെ വന്നത്. പക്ഷേ ഇപ്പോൾ കൊറിയർ ആരെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ആദ്യം നോക്കും ആ പൊതിയിൽ എന്താണെന്നുള്ളത്. അത് അവനുള്ള സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നത് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ പണ്ടൊന്നും അവനിൽ ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവനങ്ങനെ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നതൊന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവന് അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വരുമ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ എന്ത് കൊറിയർ വന്നു കഴിഞ്ഞാലും കണ്ണനുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഓപ്പൺ